ഈ കഴിഞ്ഞ ജൂലൈ 9 നമ്മുടെ അടുത്തുനിന്ന് ടിക്കറ്റും വിസിറ്റിംഗ് വിസയൊക്കെ പർച്ചേസ് ചെയ്ത ഒരു സുഹൃത്തിൻ്റെ അച്ഛനും അമ്മയും അവർ ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയി. ആ അച്ഛൻ ഏതാനും ദിവസം, ഒരു 8 ദിവസത്തിന് ശേഷം അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായി. ആ അച്ഛൻ ഏതാണ്ട് 78 വയസ്സ് പ്രായമുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ 67 വയസ്സ്. സാധാരണ നമ്മൾ ഇൻഷുറൻസ് ഈ വിസിറ്റിംഗ് വിസയുടെ കൂടെ ഒരു ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്, അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഏജ് ആയ സ്ഥിതിക്ക് അവർക്കൊരു പുറമേ ഒരു ഇൻഷുറൻസ് എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഏതാണ്ട് 9,000 രൂപയ്ക്ക് 75,000 USD ആണോ 1,00,000 USD ആണോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, അത്രയും തുക ക്ലെയിം ചെയ്യാവുന്ന ഒരു ഇൻഷുറൻസ് അച്ഛനും 3,000 രൂപയ്ക്ക് അമ്മയ്ക്ക്, 67 വയസ്സേ അമ്മയ്ക്കുള്ളൂ. അപ്പോൾ ആ പ്രായത്തിൻ്റെ ഡിഫറൻസിൽ അത്രയും റേറ്റിൽ മാറ്റമുണ്ട്. 3,000 രൂപയ്ക്ക് അമ്മയ്ക്കും ഇൻഷുറൻസ് എടുത്തു. നിർഭാഗ്യവശാൽ ആ അച്ഛൻ 8ാമത്തെ ദിവസം UAE വെച്ച് മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായിട്ട് അവർ നാട്ടിൽ വന്ന് ആ ക്രിമേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതിൽ വലിയൊരു ആശ്വാസം എന്ന് വെച്ചാൽ അവർ ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത്തരം എക്സ്പെൻസ്, വലിയൊരു പ്രതീക്ഷിക്കാത്തൊരു എക്സ്പെൻസ് അദ്ദേഹത്തിൻ്റെ അവിടെ ചികിത്സക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ടുണ്ടാവും. സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇപ്പോൾ UAEയിലേക്ക് ചെറിയ പൈസക്ക് ഒരു 7,000 രൂപയ്ക്ക് വിസയും ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ 6,000-8,000 രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്താൽ അങ്ങ് പോകാൻ പറ്റും. അതിന് കൂടെ കിട്ടുന്ന ഇൻഷുറൻസിന് നിങ്ങൾ വിശ്വസിക്കരുത്. അത് ഈ കൊറോണ സമയത്ത് ഒരു പ്രൊസീജിയർ എന്ന നിലക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ അതുകൊണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഇൻഷുറൻസ് എപ്പോഴും കയ്യിൽ വെച്ചാൽ, പ്രത്യേകിച്ച് വിസിറ്റിംഗ് വിസയിൽ യാത്ര ചെയ്യുന്നവർ, UAE എന്നല്ല കേട്ടോ, നമ്മളിപ്പോൾ 35,000-40,000 കൊടുത്ത് മലേഷ്യയിലേക്കും വിയറ്റ്നാമിലേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ 1,000-2,000 രൂപ ഒന്ന് എക്സ്ട്രാ കൊടുത്തിട്ട് ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ വലിയ മടിയാണ്. അത് വലിയൊരു എക്സ്പെൻസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന പൈസയൊക്കെയാണ് ആ ഒരു എമൗണ്ട് വരുന്നുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മളെ യാത്ര എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിയാൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ വന്നാൽ, ബാഗേജ് നഷ്ടപ്പെട്ടാൽ, നമുക്ക് നമ്മൾ ആരെങ്കിലും മോഷ്ടിക്കപ്പെട്ടാൽ, അല്ല നമുക്ക് ശാരീരികമായിട്ട് നമ്മളെ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടി വന്നാൽ, നിർഭാഗ്യവശാൽ ഒരു മരണമൊക്കെ സംഭവിച്ചാൽ നമുക്ക് താങ്ങാവുന്ന എൻ്റെ എത്രയോ ഇരട്ടി വലിയ ചിലവായിരിക്കും അത്. കാരണം എനിക്കറിയാം, സാധാരണ നമ്മളിപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരൊക്കെ ടൂർ പോകുന്നത് കുറേ വർഷത്തെ സമ്പാദ്യം കൂട്ടി വെച്ചിട്ടൊക്കെയാണ്. അവരത്ര വലിയ റിച്ച് ആയിട്ടുള്ള ആളുകളൊന്നുമില്ല ഇപ്പോൾ ഈ ഫോറിൻ ട്രിപ്പ് പോകുന്നത്. സാധാരണക്കാരും ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് ഒരു അവിചാരിതമായൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിൽക്കുന്ന ഒരു എക്സ്പെൻസ് ആയിരിക്കില്ല വരിക. കാരണം വിദേശത്തൊക്കെ നമുക്ക് ചികിത്സക്ക് നല്ല എക്സ്പെൻസീവാണ്, അറിയാലോ. അതുപോലെ ഈ മരണം പോലൊരു കാര്യം കൂടി സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇനിയുള്ള നിങ്ങളെ ഇന്റർനാഷണൽ യാത്രയിൽ, അത് എങ്ങോട്ടോ ആയിക്കോട്ടെ, ഒരു ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ് കൂടി നിങ്ങൾ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക.